ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്താ തിരുനാളിന് ഒരുക്കമായി നാം നടത്തുന്ന ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ 48-ാം ദിവസമാണിന്ന്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ജ്ഞാനസ്നാനം വഴി ഓരോരുത്തർക്കും ലഭിക്കുന്ന സ്വർഗീയ സമ്പത്താണത്. കൃപാവര ജീവിതത്തിൽ നിലനിൽക്കാനും വളരാനും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ദൈവരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ സ്വീകരിച്ച് ആനയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഏറെ സഹായിക്കും. ആത്മാവിൻ്റെ വരങ്ങളെപ്പറ്റി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വ്യക്തതയോടെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 8 മുതൽ 10 വരെ വാക്യങ്ങൾ. ഒരു ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരു ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനിക്കാനുള്ള വരവും ആ ആത്മാവ് തന്നെ നൽകുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ ഈ ദിവ്യ വരദാനങ്ങൾ അവിടുത്തെ ഹിതം പോലെ ഓരോരുത്തർക്കും ദാനമായി നൽകുകയാണ്. ആത്മാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പ്രകാശനമാണ് അവിടുത്തെ ദിവ്യദാനങ്ങളാൽ നമ്മെ സമ്പന്നരാക്കുക എന്നത്. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നൽകപ്പെടുന്നത്? വിശുദ്ധ ഗ്രന്ഥം പറയും അത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ സഭയുടെ സുവിശേഷ വേലയുടെ പ്രയോജനത്തിനായി, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ ഫലദായകമായി തീരുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നൽകപ്പെടുന്നത്. അതിനാൽ ആത്മാവിൻ്റെ ദാനവരങ്ങളോട് ഒരു യഥാർത്ഥ ക്രൈസ്തവന് ശരിയായ ഒരു തുറവ് ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവാണ് വരദാനങ്ങൾ ഓരോരുത്തർക്കും തൻ്റെ ഇച്ഛയ്ക്കനുസൃതം നൽകുന്നു എന്നതിനാൽ വിനയപൂർവ്വം അവയെല്ലാം സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്ന് 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പ്രബോധനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ 16 പ്രമാണരേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ ദി ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ ചർച്ച്, ലൂമൻ ജെൻസിയം അഥവാ തിരുസഭ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ആ പ്രമാണരേഖയുടെ 12-ാമത്തെ ഖണ്ഡികയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ പ്രസക്തിയും ആവശ്യകതയും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: പരിശുദ്ധാരൂപി കൂദാശകളും വിശുദ്ധ ശുശ്രൂഷകളും വഴി മാത്രമല്ല ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതും നയിക്കുന്നതും അവരെ പുണ്യങ്ങളാൽ അലങ്കൃതരാക്കുന്നതും
പ്രത്യുത എല്ലാ ജീവിത അന്തസ്സിലുമുള്ള വിശ്വാസികളുടെ ഇടയിൽ പ്രത്യേക വരദാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ്. ജനത്തിൻ്റെ വിശുദ്ധീകരണമാണ് സഭയുടെ പ്രവർത്തനം. ദൈവജനത്തെ വിശുദ്ധീകരിക്കുക എന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ് സഭയിൽ നടക്കുന്നത്. ഇതിന് വിശുദ്ധ കൂദാശകളുടെ പരികർമ്മം ആണ് സുപ്രധാനമായും സഭയ്ക്കുള്ള മാർഗം. വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യുവാൻ പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യം ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സഭാംഗങ്ങളിൽ ഭൂരിപക്ഷവും വരുന്ന അൽമായർക്ക് ജനത്തെ വിശുദ്ധീകരിക്കുന്ന സഭയുടെ പരമപ്രധാന ദൗത്യത്തിൽ പങ്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. പൗരോഹിത്യം ഇല്ലാത്ത ദൈവജനത്തിന് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ പ്രാപിച്ച് ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്ന സഭാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുമെന്നാണ് രണ്ടാം വത്തിക്കാൻ സൂനോസ് പഠിപ്പിച്ചത്. വിശുദ്ധ കൂദാശകൾ വഴി മാത്രമല്ല ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതും നയിക്കുന്നതും അവരെ പുണ്യങ്ങളാൽ അലങ്കൃതരാക്കുന്നതും പ്രത്യുത എല്ലാ ജീവിത അന്തസ്സിലുമുള്ള വിശ്വാസികളുടെ ഇടയിൽ പ്രത്യേക വരദാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് എന്ന് സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യാശ നിറഞ്ഞ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരദാനങ്ങളോട് തുറവുള്ളവരാവുകയാണെങ്കിൽ ഈ ആത്മീയ ദാനങ്ങൾ നമുക്ക് കർത്താവ് ദാനമായി തരും. ഈ ദാനങ്ങൾ സ്വീകരിക്കുകയും സഭയുടെ സഭാധികാരത്തിന് കീഴ്പ്പെട്ട് സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി ഈ കൃപാവരങ്ങൾ ശരിയായി ഉപയോഗിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ ഏതൊരാൾക്കും സാധിക്കും. അതുവഴിയായി ജനത്തിൻ്റെ വിശുദ്ധീകരണം, സഭയുടെ സുവിശേഷ വേലയിലുള്ള പുരോഗതി വളരെയധികം വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആത്മാവിൻ്റെ ഈ വരങ്ങൾ സഭയ്ക്ക് നൽകപ്പെടുന്നതായതിനാൽ സഭാംഗങ്ങളെല്ലാവരും ഇതിനോട് തുറവുള്ളവരായിരിക്കണമെന്നും ഈ പ്രബോധന രേഖ ശക്തിയുക്തം പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ് ഈ സിദ്ധികൾ ഏറ്റവും വ്യക്തമായവയോ കൂടുതൽ ലളിതമോ അസാധാരണമോ ആയാലും സഭയുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുരൂപവും ഉപകാരപ്രദവുമാകയാൽ സമാധാനത്തോടെ സ്വീകരിക്കപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉന്നത കൃപാവര ദാനങ്ങൾ സഭയുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുരൂപവും ഉപകാരപ്രദവുമാകയാൽ അവ സ്വീകരിക്കപ്പെടണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. സഭയുടെ ആവശ്യം എന്താണ്? രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പ്രമാണരേഖ തുടങ്ങുന്നത് തന്നെ സഭ ഈ ലോകത്തിലായിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സാന്നിധ്യവും രക്ഷാകര പ്രവർത്തനങ്ങളും ഭൂമിയിൽ തുടരാൻ വേണ്ടിയാണ് സഭ സ്ഥാപിതമായിരിക്കുന്നത്. യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ വിശുദ്ധ കൂദാശകളുടെ പരികർമ്മം വഴിയും സുവിശേഷത്തിൻ്റെ ഉചിതമായ പ്രഘോഷണം വഴിയും സഭ എക്കാലവും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും രക്ഷയുടെ കൂദാശയാണ് സഭ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സഭയാണ് പ്രകാശ ഗോപുരം. സഭയുടെ ഈ അതിശ്രേഷ്ഠമായ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സഭാ അംഗങ്ങൾക്ക് ദൈവം വിതരണം ചെയ്യുന്നത്. അതിനാൽ സഭയോട് വിശ്വസ്തരായി നിലകൊള്ളുന്ന ഏതൊരു ക്രൈസ്തവരും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സ്വീകരിച്ച് സഭയ്ക്ക് വിധേയപ്പെട്ട് ഈ വരദാനങ്ങൾ സഭയുടെ ഉന്നതിക്ക് വേണ്ടി
സഭയുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. സ്വന്തം പ്രശസ്തിക്കോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്കോ വേണ്ടി കൃപാവരദാനങ്ങൾ ഉപയോഗിക്കാവതല്ല. അത് സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഈ പ്രബോധനം വ്യക്തമാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സ്വീകരിക്കുവാൻ വിനീത മാനസരായി നാം പ്രവർത്തിക്കണം. ദൈവം ദാനമായി തരുന്നവയെ ദാനമായി കൊടുക്കുവാൻ ഉള്ള സന്നദ്ധത നമുക്കുണ്ടായിരിക്കണം. കർത്താവിൽ നിന്ന് കിട്ടുന്ന ഈ കൃപാവരങ്ങളെ എളിമയോടെ സ്വീകരിച്ച് അത് ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എത്രയോ രക്ഷാകരമാണ്. എത്രയോ പേർക്ക് അത് കർത്താവിനെ അറിയുവാൻ കാരണമാകുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ മഹാതിരുനാൾ ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ മുഖ്യമായൊരു പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരദാനങ്ങളാൽ ദൈവമേ എന്നെ നിറയ്ക്കണമേ എന്നാണ്. ആത്മാവിൻ്റെ വരദാനങ്ങൾ പ്രാപിച്ച് സ്വന്തം ആത്മീയ ജീവിതം ബലപ്പെടുത്താനും അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിൻ്റെ ഫലമായി ലോകം മുഴുവൻ്റെ മേൽ അങ്ങ് ചൊരിയുന്ന പരിശുദ്ധാത്മദാനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ പ്രത്യേക വരദാനങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആത്മാവിൻ്റെ കൃപാവരങ്ങളോട് തുറവുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളോടും തുറന്ന മനസ്സോടെ തുറവുള്ള മനസ്സോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. വിവേകത്തോടും വിവേചനയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തെ ബല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ മറിയമേ, പ്രസാദവരങ്ങളുടെ എല്ലാം വിതരണക്കാരി എന്ന് സഭ വിളിക്കുന്ന ദൈവമാതാവേ, ആത്മാവിൻ്റെ വരദാന കൃപകൾ ഞങ്ങൾക്ക് ലഭിക്കുവാനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.